കടൽ മണൽ ഖനനത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്നത് കേന്ദ്രത്തിനെതിരായ വ്യാജ പ്രചാരണങ്ങളെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജനങ്ങളുടെ തെറ്റിദ്ധാരണ പരിഹരിക്കാൻ ഏപ്രിൽ 5-ന് കൊല്ലത്ത് പൊതുസമ്മേളനവും പിന്നീട് തിരുവനന്തപുരത്ത് സെമിനാറും സംഘടിപ്പിക്കും. കെ.സി. വേണുഗോപാൽ തെറ്റിദ്ധാരണ പരത്തി കടലിൽ ചാടുകയാണെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ ഇടതുവലത് മുന്നണികളുടെ പ്രചരണത്തിനെതിരെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം. എല്ലാ പാരിസ്ഥിതിക അനുമതികൾക്കും ശേഷം മാത്രമാകും കേന്ദ്രം ഖനനവുമായി മുന്നോട്ട് പോവുക. എന്നാൽ സംസ്ഥാനം ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. വിഷയത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. തെറ്റിദ്ധാരണ പരത്തി കെ.സി. വേണുഗോപാൽ കടലിൽ ചാടാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇവിടെ ഒരു ധാതുമണൽ ഖനനവും നടക്കുന്നില്ല. ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടക്കുന്നില്ല. ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് കെ.സി. വേണുഗോപാൽ കടലിൽ ചാടുകയാണ്. വേണുഗോപാലെ, കടലിൽ ചാടി ആത്മഹത്യയെ അല്ലാതെ ഇനി കോൺഗ്രസിനും CPM-നും കേരളത്തിൽ രക്ഷയില്ല. തീരത്തെയോ മത്സ്യസമ്പത്തിനെയോ ബാധിക്കാത്ത രീതിയിലാകും ഖനനം നടക്കുക. ആലപ്പുഴയും ചാവക്കാടും ഖനനം എന്നത് തെറ്റായ പ്രചരണമാണ്. കൊല്ലത്തെ മണൽത്തിട്ട മാത്രമാണ് ഖനനം ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ആലപ്പുഴയിലോ ചാവക്കാട്ടോ കേരളത്തിലെ മറ്റൊരു തീരത്തും ഒരു ഖനനവും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നീക്കവുമില്ല. യാതൊരു തരത്തിലുള്ള ദോഷവും നമ്മളെ കടൽ തീരത്തിനോ കടലിനോ സംഭവിക്കാത്ത തരത്തിലുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നടത്തൂ എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞിട്ടും കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഖനനത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വരുന്ന ഏപ്രിൽ 5-ന് കൊല്ലത്ത് പൊതുസമ്മേളനം സംഘടിപ്പിക്കും. തുടർന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ തിരുവനന്തപുരത്ത് വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജനം, തിരുവനന്തപുരം.